ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് റാന്നി ഒന്നാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി പ്രോസിക്യൂഷൻ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നു. കോടതിക്ക് മുന്നിൽ നിന്ന് ഷഫീദ് റാവുത്തറും മനീഷ് മഹിപാലുമുണ്ട്. ഷഫീദ് റാവുത്തറിലേക്കാണ് ആദ്യം. ഷഫീദ്, ഇതിൽ അഭിഭാഷകർ, ഒപ്പം അന്വേഷണ സംഘം, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇത്രയും ആളുകൾ മാത്രമാണ് കോടതി മുറിക്കുള്ളത് ഉള്ളിൽ ഉള്ളത്. ബാക്കിയുള്ളവർ ആരും കോടതി മുറിയിൽ ഇല്ല. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് നമുക്കറിയാൻ കഴിയുന്നില്ല കൃത്യമായി. പക്ഷേ നമുക്ക് ലഭിച്ചിട്ടുള്ള വിശദാംശം എങ്ങനെയാണ്? അനുജ, ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ഈ കേസ് അതിന്റെ സീക്രസിയിൽ കൊണ്ടുപോകണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും അതൊരു ഓപ്പൺ കോർട്ടിൽ കൊടുക്കാതെ ഒരു ക്ലോസ്ഡ് കോർട്ടിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, പ്രോസിക്യൂഷൻ ഭാഗം അന്വേഷണ ഉദ്യോഗസ്ഥൻ, കൂടാതെ പ്രതിഭാഗം അഭിഭാഷകരായിട്ടുള്ള രണ്ടുപേർ, വിൽസണും അതേപോലെ മറ്റൊരാളും. ഇത്രയും ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഈ കോടതി മുറിക്കുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതാണ് ഈ റാന്നി കോടതി. ഈ കോടതിയുടെ ഏറ്റവും ഒന്നാമത്തെ നിലയിലാണ് ഈ കേസ് ഇപ്പോൾ പരിഗണിക്കുന്നത്. അല്പസമയം മുൻപാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോവുകയും കേസ് വിളിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേസിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് കേസിന്റെ തെളിവെടുപ്പടക്കമുള്ള നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം. മാത്രമല്ല ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള കേസാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ഈ കോടതിയിൽ ഇന്ന് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത് വെറും ആറാഴ്ച സമയമാണ്. അപ്പോൾ അതിനുള്ളിൽ ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ കേസ് ഒക്ര ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ അകത്ത് മാത്രമല്ല സംസ്ഥാനത്തിന്റെ പുറത്താണ്. മാത്രമല്ല ഇതിന്റെ മേജർ പോയിന്റ് നടന്നിരിക്കുന്നത് ബാംഗ്ലൂരോ ഹൈദരാബാദോ ചെന്നൈയിലോ ആണെന്ന് ഇപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുത്ത ഇവിടങ്ങളിലടക്കം തെളിവെടുപ്പ് നടത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണെന്ന് അന്വേഷണ സംഘം ഇപ്പോൾ കോടതിയിൽ അറിയിക്കും. പ്രോസിക്യൂഷൻ ആ രീതിയിൽ അറിയിക്കും. മാത്രമല്ല ഇതുവരെ, അതായത് ഈ കഴിഞ്ഞ ദിവസം 10 മണിക്കൂറിലധികം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള വിവരം, ശബരിമലയിൽ നിന്നും, അതായത് ശബരിമല സന്നിധാനത്ത് നിന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ചെന്നൈയിലെ ഓഫീസിൽ നിന്നടക്കം ശേഖരിച്ച രേഖകൾ, അതുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികൾ മാച്ച് ചെയ്യുന്നില്ല, ക്രോസ് മാച്ച്ഡ് ആകുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയെ ധരിപ്പിക്കും. അങ്ങനെ ഗൗരവമുള്ളൊരു കേസാണ് ഇത് എന്ന് കോടതിയെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള ഒരു നീക്കം അത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ, ഒരുപക്ഷെ ഇന്നലെ വൈകുന്നേരം തന്നെ കസ്റ്റഡിയിൽ കിട്ടിയാൽ ഇന്ന് വൈകിട്ട് തന്നെ ബാംഗ്ലൂരിലേക്ക് അടക്കം കൊണ്ടുപോയി തെളിവെടുപ്പ് അത് അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയായി പുറത്തു വന്നത്, അതായത് ഇന്നലത്തെ ചോദ്യം ചെയ്യൽ ഉണ്ണികൃഷ്ണൻ നൽകിയ മൊഴിയുടെ വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നിരുന്നു. വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്തിരുന്നു. ഒന്നാമത്തെ കാര്യമായിരുന്നു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കടക്കം ഇതിലെ പങ്ക്. മാത്രമല്ല ഈ സ്വർണ്ണം തട്ടിയെടുത്ത സ്വർണ്ണം അത് വീതം വെച്ചു, അതിന്റെ പങ്ക് ഉദ്യോഗസ്ഥർക്കും കിട്ടി. കൽപേഷ് എന്നയാളെ കുറിച്ചിട്ടുള്ള സംശയം, അതുമായി ബന്ധപ്പെട്ട് കൽപേഷിന്റെ പിന്നിൽ മറ്റേതെങ്കിലും ഉന്നതനുണ്ടോ എന്നുള്ള ചോദ്യം അതുണ്ട്. അഞ്ചാമത്തേതാകട്ടെ, ഇക്കാര്യത്തിൽ ഈ അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ സ്മാർട്ട് ക്രിയേഷൻസിലടക്കം ദുരൂഹതയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സമർത്ഥിക്കാൻ കഴിയുന്ന പലതരത്തിലുള്ള മൊഴികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാണ്. ഏതായാലും ഈ വിഷയത്തിൽ കസ്റ്റഡി എന്നുള്ള കാര്യം വളരെ നിർണായകമാണെന്ന് കോടതിയെ ധരിപ്പിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും പ്രോസിക്യൂഷനും SITയും ചെയ്യുന്ന കാര്യം. ഇന്ന് രണ്ടാമത്തെ കാര്യം, ബാംഗ്ലൂരിന് പുറമെ ഹൈദരാബാദിലടക്കം ഈ ക്രൈം ഒക്ര ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അത് പറയും. പ്രത്യേകിച്ച് 39 ദിവസം അത് സൂക്ഷിച്ചിരുന്നത് ഹൈദരാബാദിലാണ്. അവിടെ ഈ സ്മാർട്ട് ക്രിയേഷൻസിനടക്കം ലിങ്ക് ഉണ്ടെന്നും സ്വാഭാവികമായും ഇത് വലിയ ആളുകൾ പങ്കെടുത്ത വൻ ഗൂഢാലോചന, വലിയ കോൺസ്പിറസി നടന്നൊരു സംഭവമാണെന്നും കോടതിയെ ധരിപ്പിക്കുന്നതിലൂടെ സ്വാഭാവികമായും ഈ കേസിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയും. അതിനൊപ്പം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമുള്ള കേസ് എന്ന പ്രത്യേകതയും ഇന്ന് പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സൂക്ഷിച്ച ശേഷം അതിനുശേഷം മറ്റു പല സ്ഥലത്തേക്കും കൊണ്ടുപോയുള്ള തെളിവെടുപ്പ് അത് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇപ്പോൾ കോടതിയിൽ നടപടികൾ പൂർത്തീകരിക്കുകയാണ്. അടച്ചിട്ട കോടതിയിലാണ് കേസ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് ലഭ്യമല്ല. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തേക്ക് ഇറക്കിയ ശേഷം മാത്രമായിരിക്കാം അത് കസ്റ്റഡിയാണോ അതല്ല റിമാൻഡാണോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ. അനുജ, അതാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. ഇപ്പോൾ അത് ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 2 കേസുകളിൽ അറസ്റ്റിലായിരിക്കുന്നു. കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. റാന്നിയിൽ രഹസ്യ നടപടിക്രമങ്ങൾ കോടതിയിൽ പുരോഗമിക്കുകയാണ്. അടച്ചിട്ട മുറിയിലാണ് നടപടികൾ നടക്കുന്നത്. അഡ്വക്കേറ്റ് വിൽസൺ വേണാട്ട്, അഡ്വക്കേറ്റ് ലെവിൻ തോമസ് എന്നിവർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഹാജരായിട്ടുണ്ട് എന്നാണ്. ഒപ്പം മറ്റ് അഭിഭാഷകരെല്ലാം കോടതിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് മുറിയിൽ നിന്ന്. ഇതിന്റെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതീവ രഹസ്യമായത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് അത്തരമൊരു നടപടി നടക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രതിയുടെ അഭിഭാഷകരും പ്രതിയും ആണിപ്പോൾ കോടതിയിലുള്ളത്. കസ്റ്റഡി അപേക്ഷ പ്രോസിക്യൂഷൻ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റിമാൻഡ് റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ബി അനിൽകുമാറാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ളത്. കസ്റ്റഡി അപേക്ഷ നൽകുന്നു. അപ്പോൾ എന്താകും ഇനി കോടതിയുടെ തീരുമാനം എന്നത് പ്രധാനമാകാൻ പോവുകയാണ്. ഇത് കേരളത്തിന് പുറത്തു പോയൊക്കെയുള്ള നടപടികൾ നടത്തേണ്ടതുണ്ട്.
അതുകൊണ്ട് അത് കോടതിയുടെ അടുത്ത നടപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താകും കോടതി പറയാൻ പോകുന്നത് എന്നത് പ്രധാനപ്പെട്ടതാണ്. ഷഫീദ് റാവുത്തറും മനീഷ് മഹിപാലുമാണ് വിശദാംശങ്ങളുമായി ഉള്ളത്. ഇതിൽ 10 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലാണ് ഇന്നലെ നടന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എങ്ങനെയാണ് ഈ സ്വർണ്ണക്കൊള്ള നടത്തിയത്, അതിന് പിന്നിലുള്ള ഗൂഢാലോചന എങ്ങനെയാണ്, ആരൊക്കെയാണ് അതിന് പിന്നിലുള്ളത്, ഇതിൽ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. ഇതിനോടകം തന്നെ ഉയർന്നു കേട്ട ചില പേരുകൾ, കൽപേഷ്, നാഗേഷ് എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ ഇതിലെ പങ്ക് എന്താണ് എന്നതിലേക്കൊക്കെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ തെളിവെടുപ്പിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നു. എന്താകും കോടതിയുടെ തീരുമാനം എന്നതാണ് ഇനി അറിയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.